ഒന്ന് വെയിറ്റ് ചെയ്ത് ഇപ്പം വരാമെന്ന് പറഞ്ഞു. കൈ പോലും കഴുകിയില്ല. മാങ്ങത്തെ സാധനം എന്ത് റബ്ബർ പോലെ ഉണ്ട്. ഇത് ലാസ്റ്റ് എനിക്ക് തന്നെയുള്ള സാധനമാണ് ഇത്. ഞാൻ തിന്നൊന്നുമില്ല. അപ്പം ഞാൻ ഇത്രയും മാങ്ങ പോയിട്ട് എടുത്തിട്ട് അവർക്ക് നോക്കാം. കുറേ മാങ്ങ എടുത്തിട്ടുണ്ട്. എത്ര ഉണ്ടെന്ന് കുറേ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് എടുത്തിട്ട് എങ്ങനെ എടുക്കുക? ഒരാൾ എടുക്കാൻ പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് അത്ര ശരിയല്ലല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഈ മാവുള്ള കാര്യം കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പം എന്തായാലും ഇവിടുത്തെ മാങ്ങ പറിച്ച ദിവസമുള്ള വീഡിയോ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാടുണ്ടായിരുന്നു പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾക്കും കുറച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ്. അപ്പോൾ ബാക്കി കാണാം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ യൂട്യൂബൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ തിരിച്ചെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അമ്മൻ്റെ പൊന്ന് നല്ല മോനല്ലേ? ഗുഡ് ബോയ്. മതി കൊണ്ട. ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കില്ല. പുറകെ ഓരോന്നും ചെയ്തുകൊണ്ട് വരുവേ. കൊണ്ട അമ്മ അടിച്ചോളാം. അങ്ങനെയൊക്കെ ഒന്ന് പെറുക്കി റെഡിയാക്കി വെച്ചപ്പോൾ തന്നെ ഒരു കൊറിയർ വരാണ്ട്, ഒരു ചെറിയൊരു സംഭവം വരാണ്ട്. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്ത് ഇപ്പം വരാമെന്ന് പറഞ്ഞു. കൈ പോലും കഴുകിയില്ല. മാങ്ങ റെഡിയാക്കി. എന്തൊരു ടൈമിംഗ് ആണെന്നൊക്കെ അല്ലേ. ഇവൻ്റെ പണിയുണ്ട്. ഇവനിപ്പോൾ കടയിൽ പോയപ്പോൾ വാങ്ങിയത് ആവശ്യമില്ലാത്ത സാധനം. എന്ത് റബ്ബർ പോലെ ഉണ്ട്. ഇത് ലാസ്റ്റ് എനിക്ക് തന്നെയുള്ള സാധനമാണ് ഇത്. ഞാൻ തിന്നൊന്നുമില്ല. അപ്പോൾ ഇതിന് വാങ്ങാൻ ആൾ വേണം. അത് പൊന്തൂല പിന്നെ. ഇത് കമ്പിയാണേ. കമ്പിയൊക്കെയാണ് സംഭവം അടിപൊളിയാ. പക്ഷേ പ്ലാസ്റ്റിക് അല്ല, കമ്പിയാണ്. പക്ഷെ അതൊരു ഉപകാരമാണ്. കമ്പി ആയതുകൊണ്ട് കുറച്ചും കൂടെ. പ്ലാസ്റ്റിക്കിന്റെ ഞാൻ വാങ്ങിയിട്ട് അത് പെട്ടെന്ന് അതിന്റെ ജോയിന്റ് ഒക്കെ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ അയച്ച് കമ്പി വാങ്ങാൻ. പക്ഷെ അത് എങ്ങനെ വരുന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും ഇത് ഫിറ്റ് ആക്കിടാം. എന്നിട്ട് ലാസ്റ്റ് കാണാം. ഒരു ഷൂറാക്കാൻ വേറെ ഒന്നുമില്ല. അച്ഛമ്മ ഫോണിങ് എടുത്ത് രാത്രി മൊത്തം ഇവിടെ. രാത്രിയല്ല പകരം എത്ര ദിവസമായി കത്താൻ തുടങ്ങിയിട്ടാണ് ആർക്കറിയാം. ഇപ്പോഴാണ് ഞാൻ കണ്ടത്. അയ്യോ, ഇപ്പം ഒന്ന് വെയിലൊന്നും മെല്ലെ താന്നിട്ടുണ്ട്. ഞാനൊന്ന് മേലെ ടെറസിൽ പോയി നോക്കണം കേട്ടോ. വെള്ളം നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ടാങ്കിലേക്ക് കയറുന്ന പൈപ്പിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നേരത്തെ പറിച്ച മാങ്ങ കാണണോ? കുറേ കൊണ്ടുപോയിട്ട് ഇഷ്ടം പോലെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അവിടെ ഉണ്ടായമോ? ഇത് കണ്ടോ, അവരെ മുറ്റത്ത് കൂട്ടി വെച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കുറേ കൊണ്ടുപോകും ചെയ്തു. ചുറ്റുമുള്ളവർക്ക് മൊത്തം കൊടുത്തിട്ടുണ്ട്. ഇനിയും ഉണ്ട് ഇതിൻ്റെ പൊക്കത്ത്. ഇനിയും ഇഷ്ടം പോലെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ കാണൂലേ. ഇനിയും പറിച്ചാൽ എനിക്ക് തോന്നുന്നൊരു ഇതിൻ്റെ പകുതിയൊക്കെ കിട്ടുമായിരിക്കും. ഇനി ഞങ്ങളൊന്ന് മേലെ കയറണമെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ട്. പുറകിൽ എൻ്റെ ബെഡ്ഷീറ്റ് അതൊക്കെ താഴെ പോയി. ഉണങ്ങിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മേലെ പോയി നോക്കട്ടെ. മുകളിൽ കയറണമെങ്കിൽ നല്ല റിസ്ക് ആണേ. കാരണം മാവ് തന്നെ. കാണിച്ചു തരേ. എൻ്റെ ഫ്രണ്ടിലുള്ള മാങ്ങ. ഇവിടുത്തെ കുറേയൊക്കെ അവർ പറിച്ചു. എന്നാലും ഇനിയുണ്ടേ. ഉണ്ടോ കയറുന്ന വഴിക്ക്? അച്ഛമ്മ നോക്കി കയറ്. എന്തുണ്ട് നമുക്കിങ്ങനെ ലേക്കുള്ളത് ഒരു ഭയങ്കര സാഹസിക യാത്രയാണേ. എൻ്റെ അമ്മ വെള്ളം കഴിഞ്ഞല്ലോ. ടാങ്കൊക്കെ കാണിക്കാൻ പറ്റാത്ത കോലത്തിലുള്ള. അച്ഛമ്മ നിക്ക്.
ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. ഇനി പറിക്കാൻ വരുമെന്ന് തോന്നുന്നു. ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഞാൻ വെച്ച് കുറച്ച് വെയിൽ പോട്ടെന്ന് വെച്ച് നിന്നാ, പക്ഷെ ഇപ്പോൾ വെയിൽ പോയിട്ടും മേലോട്ട് വരുമ്പോൾ നല്ല ഒടുക്കത്തെ വെയിലുണ്ട്. വെള്ളം ഇല്ല, വെള്ളം അടിക്കണം, താഴെ പോയി മോട്ടർ അടിക്കണം. ഓ ഇതിനകത്താണെങ്കിൽ പുഴു അതും തൊട്ടും തോന്നുന്നു. ഇതുണ്ട് പുഴുക്കൂട് ഫുള്ളുണ്ട്. പുഴു ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ പുഴുവിൻ്റെ കൂടുണ്ട്. നമുക്ക് പിന്നെ ഓ ഇത് മറ്റേ ചാക്ക് പോലത്തെ അമ്പിളി, കമ്പിളി അതാണേ. അത് അലക്കിയ പണി എനിക്കേ അറിയുള്ളൂ. സത്യം പറഞ്ഞാൽ മടുത്തേ. ഇപ്പോൾ 2-3 പ്രാവശ്യം മേലോട്ടും താഴോട്ട് ഇറങ്ങി. മറ്റേ വലിയൊരു ടാങ്ക് ഉണ്ട്, അതിലേക്ക് താഴത്തേൽ കയറുന്നുണ്ട്, മേലത്തോട്ട് കയറുന്നില്ല. എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല. കുറേ ദിവസമായി ഇത് തന്നെ. അന്നൊന്നും ശരിയായിരുന്നു, പിന്നെ അങ്ങനെ തന്നെ ആയി. താഴ്ന്ന് മോട്ടർ അടിച്ചാൽ കയറും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടാനും മാത്രം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നാലും സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.